മഞ്ഞ് പോയതാ. നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. എന്താണ് വന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ടില്ല. ഇപ്പം എല്ലാരും ഇങ്ങോട്ട് നോക്കിയിട്ടേ ഇങ്ങനെ കാണിച്ച് ഈ സാധനം ഇങ്ങോട്ട് 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 ഒരു ഷാറുഖ് ഖാൻ ചെയ്യൂലേ ഈ സാധനം. ആ വരട്ടെ വരട്ടെ ഒത്തു ചെയ്. അത് പിടിച്ചാണല്ലേ ഫോൺ പിടിച്ചാൽ അവരുടെ റെക്കോർഡ് ഞാൻ പറഞ്ഞുതരാം. നോക്കിയോ ഇവിടെ നിന്ന് അങ്ങനെ എല്ലാവരും. ആ ഓക്കെ റെഡി. ആദ്യം അങ്ങോട്ട് നോക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കണം. 1 2 3 എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുക, കാണിക്കുക. ഓക്കെ യോ ഗൈസ്, വെൽക്കം ബാക്ക് ആൻ അതർ വീഡിയോ ഗൈസ്. ഇന്ന് 17-ാം തീയതിയാണ്, സെപ്റ്റംബർ 17. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ പോത്തങ്കോട് ജംഗ്ഷനിലാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ തൃശ്ശൂരിലുള്ള മലയാളി ഇത് അവിടെ വെച്ച് കിട്ടിയതായിരിക്കുന്നത് ഗൈസ്. ഇതാണ് നമ്മുടെ നബീൽ. മുതലാളി ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്, കടം മേടിച്ച കൊടുക്കൂല. അത് എനിക്കറിയാം, ഈ അറ്റ്മോസ്ഫിയറിൽ നല്ല വെട്ടമില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ അവിടെ നിന്ന് വന്നുകൊണ്ടിരുന്നേ ഉള്ളൂ. എന്തോ ഓരോ പെട്ടെന്ന് കണ്ടു കിട്ടി, എല്ലാം നിമിത്തം ആ രീതിയിൽ കണ്ടു പിടിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ തമ്പാനൂർ പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ അഭിരാമി വരുന്നുണ്ട്. അപ്പോൾ അഭിരാമി ഞാനും പിന്നെ അജ്മലും ബാക്കിയുള്ളവർ നേരം നിലമേലിനാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 3:30-ക്കാണ് ഗൈസ് നമ്മുടെ ട്രിപ്പ് തുടങ്ങാൻ പോകുന്നത്. നമുക്ക് നേരെ അഭിരാമിയെ പിക്ക് ചെയ്തിട്ട് കാണാം. ബൈ ഗൈസ്. അങ്ങനെ നിലമേലെത്തി. ഞാനുണ്ട്, അഭിരാമിയുണ്ട്, അജ്മലുണ്ട്. നമ്മൾ 3 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് 2 പേരും കൂടി ആഡ് ചെയ്യാണ്ട്. പിന്നെ അങ്ങ് കോട്ടയം എത്തുന്ന സമയത്ത് അവിടെ നിന്ന് 4ാമതൊരാളും കൂടി ആഡ് ആകുന്നത്. അങ്ങനെ ഒരുപാട് പേരും കൂടി ചേർന്നാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ളവരെ കൂടി കണ്ടുപിടിക്കാം. ഗൈസ് അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും എത്തി. നമ്മളിവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. രാവിലെ കൂടെ കഴിച്ചായിരുന്നോ? പൊളി ഗൈസ്. അങ്ങനെ നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ ഏകദേശം 30 കിലോമീറ്ററുള്ള നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്താൻ. എൻ്റെ കണ്ണ് എന്തോ പറ്റി ഗൈസ്. കണ്ണങ്ങ് ചുമന്ന് കൊടുത്ത് കണ്ണാശുപത്രിയിലോട്ട് പോകണോ വേണ്ടല്ലേ? നമ്മളിപ്പം ഏത് വാട്ടർഫാളിലോട്ടാ പോകുന്നേ? നമ്മൾ ഏത് വാട്ടർഫാളിലോട്ടാ പോകുന്നേ? നമ്മൾ ഏത് വാട്ടർഫാളിലോട്ടാ പോകുന്നേ? നർമ്മദ സിന്ധു ബ്രഹ്മപുത്ര. ഓക്കെ ഗൈസ്, അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എൻ്റെ കണ്ണ് പോയെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്ന കിടിലം കാഴ്ച. എൻ്റെ എന്തെന്ന് പറയട്ട് എൻ്റെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഗൈസ്. ഞാൻ നമ്മുടെ പൊന്മുടി കണക്കത്തൊരു റോഡാണ്. എൻ്റെ ഓപ്പോസിറ്റ് കിടിലം 2-3 മലകളാണ്. വാട്ട് വിഷ്വൽ ബ്യൂട്ടി ഗൈസ്. നോക്ക് എപ്പിടിയുണ്ട് ഗൈസ്. വെള്ളച്ചാട്ടം സൂം ചെയ്യാനോ? ഓക്കെ ആ വെള്ളച്ചാട്ടം ഉണ്ടല്ലേ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ണ് പോയി ഗൈസ്. ഇതെവിടെയുള്ള വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? പിന്നെ നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ച് ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹീസ് മിസ്റ്റർ ആഷിഖ് ഫ്രം നിലമേൽ ഗൈസ്. ഇപ്പം പുള്ളിക്കാരൻ എറണാകുളത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തല്ലേ പഠിക്കുന്നത്? മെഡിക്കൽ സ്ക്രൈബിങ്. അപ്പം നമ്മുടെ ആസിഫിക്കയുടെ സ്വന്തം ബ്രദറാണ്. ഇപ്പം പുള്ളിക്കാരുടെ ഡൊമിനോറാണിത്. പിന്നെ നമ്മുടെ അജ്മലിൻ്റെ RR310 എൻ്റെ ഡൊമിനോറായിരിക്കുന്നു. അല്ലോ ഇതില്ലല്ലോ, ഇത് ആസിഫിക്കയുടെ ഡൊമിനോറാണ്. ഇത് നമ്മുടെ ബേസിലേക്കട 390. ഇതെൻ്റെ ഡൊമിനോർ. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. വണ്ടിയിൽ അഭി മാത്രമേ ഉള്ളൂ അല്ലേ? അഭിനെ പില്ലിനെ വെച്ച് ഇങ്ങനെ വന്ന് അടിപൊളി വ്യൂ ഗൈസ്. അങ്ങനെ നമ്മളിവിടെ ഒരു ചെറിയൊരു ഷോട്ട് എടുക്കാൻ വേണ്ടി വണ്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ മർമ്മല വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട്. അല്ലടാവൂ. അതെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി. എൻ്റെ കണ്ണ് കണ്ട ഗൈസ്, ഇടി കിട്ടിയതാ. അപ്പം നമുക്കിനി അങ്ങോട്ടുള്ള സാധനങ്ങളിലോട്ടൊക്കെ പോകാൻ. പക്ഷെ സമയം 9 മണിയാവുമെന്ന് തോന്നുന്നു കയറാൻ, അല്ലേ? അല്ലല്ല, നമുക്കിപ്പോൾ തന്നെ കയറാം. 9 മണിയായിട്ട് എന്തിനാ കയറാൻ? 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തോ? എപ്പോഴേ തുടങ്ങി. എല്ലാം വണ്ടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ വണ്ടികൾ നമ്മളെ കാണിച്ചില്ല. അയ്യോ, ചരിച്ചെടുക്കാൻ പറ്റില്ലേ? ഇങ്ങനെ പറയാൻ ഞാൻ മറ്റേ ഇൻസ്റ്റയിൽ ഒരു വലിയ മലകളുടെ ഇടയിലാണ്. എനിക്ക് അത്ഭുതം എന്ന് വെച്ചാൽ സാധാരണ ഭൂമി കുഴിക്കുമ്പോഴാണ് വെള്ളം വരുന്നത്. ഇതെന്തുകൊണ്ടാണ് മലയുടെ മണ്ടയിൽ നിന്ന് വെള്ളം വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് പറഞ്ഞു തരണം.
അല്ലേ? എന്തിനു പറയാ ഇതില് ആൾക്കാർ നിന്നെപ്പോ ട്രോളും. ചോദ്യമല്ലേ അത്? സാധാരണ എനിക്ക് കാര്യം അറിയത്തില്ല ഗൈസ്. മലയുടെ മണ്ടയെന്നാണ് വെള്ളത്തിന് ഉത്ഭവം എന്ന് എനിക്ക് കാര്യം അറിഞ്ഞൂടാ. ബൈ മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് വേണ്ടല്ലേ. ഗൈസ് അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപ വെച്ചാണ്. നമ്മൾ വന്നിട്ട് 6 പേരുണ്ട്. അങ്ങനെ നിങ്ങൾ കൂട്ടിക്കോ, അത്ര ആയിട്ടുണ്ട്. 150 രൂപ അടുപ്പിച്ചിട്ടായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അല്ല, വേറെ ഒന്നുമില്ല. നമ്മൾ 7 മണിക്കാണ് തുറക്കുന്നത്. അവിടെ 3 ആൾക്കാർ ഇരിപ്പുണ്ട്. അവരാണ് നമ്മളിങ്ങനെ ഗൂഗിൾ പേ ആണ് ചെയ്തത്. പിന്നെ എന്ത് പറയട്ടെ, ഒരു കാടിൻ്റെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദൂരം നടക്കണമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ മുന്നേ വന്നവർ മുന്നേ പോയി, നമ്മൾ പിറകെ ആയിപ്പോയി. വലിയ ഇതൊന്നുമില്ല, എന്നാലും വണ്ടി പോകുന്ന റോഡാണ്. എന്തുകൊണ്ടാണ് വണ്ടി കയറ്റി വിടാത്തതെന്ന് അറിഞ്ഞുകൊണ്ട് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ വെഹിക്കിൾസിന് മാത്രമായിരിക്കാൻ വയ്യ. ഇത് കണ്ടിട്ട് കടുവയോ പോത്തോ വല്ലതും ഉണ്ടോ എന്നൊരു സംശയം. നമ്മൾ താഴെ ചിലപ്പോൾ കാണിച്ചു തരാം. കടുവയും പോത്തോടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ താഴെ ചിലപ്പോൾ കുളിച്ചും കാണിച്ചു തരും. കടുവ അല്ല ഗൈസ്, നല്ല തണുപ്പുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. സംഭവം കാണിക്കാനും പറ്റത്തില്ല. മറ്റേ അകത്തോട്ടാണ് നമുക്ക് സൗണ്ട് കേൾക്കാം അതിൻ്റെ. ബൈക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ കല്ലിൽ പെട്ടുപോയാൽ 2 ഡൊമിനോർ കയറിപ്പോ, അല്ല 3 ഡൊമിനോർ കയറിപ്പോയനെ. RC ഇവിടെ ഇരിക്കും. നല്ല ക്യാമറ ക്വാളിറ്റിയാണ് ഗൈസ്. ഗൈസ് നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം നടന്നു. 1 കിലോമീറ്റർ അടുപ്പിച്ചായി. അപ്പോൾ നമുക്ക് നല്ല സൗണ്ട് കേൾക്കാം വെള്ളച്ചാട്ടത്തിൻ്റെ. നല്ല വെള്ളം ഉണ്ടെന്നാണ് അവിടെ നിന്ന് തന്നെ പറഞ്ഞത്. ഓ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങനെ ഇതാ ഇവിടെ എത്തി. ഇനി ഇങ്ങനെ നടന്ന് അങ്ങനെ ആണ് പോകാനുള്ളത്. നല്ല കിടില സ്ഥലം ഗൈസ്. ഓ വെള്ളം ഇങ്ങനെ പറന്നു വരുന്നു, വെറുതൊക്കെ തെറിയുന്നു. പക്ഷെ ക്യാമറയിൽ കിട്ടുന്നില്ല. ഇവിടെയൊക്കെ നന്ദി നടക്കുന്നതിൻ്റെതേ അവിടെ നിന്ന് വെള്ളം വീഴുന്നുണ്ടാ. അമ്പോ വേറെ ലെവൽ. സീറ്റിലില്ല വേറെ ലെവൽ. കൂട്ടുകാരന്റെ ഒപ്പമുണ്ട് വേറെ ലെവൽ. കൊല്ലം കെട്ടുന്നില്ലെന്നാലും വേറെ ലെവൽ. വന്ന വഴി മറന്നില്ല, പോകും നമ്മൾ വേറെ ലെവൽ. ഇവിടെ നിന്നാ കുളിക്കല്ലേ നമ്മള്? മഴ കണക്കത്തെ എഫക്റ്റ് അല്ലേ? അയ്യോ ഗൈസ്, ഇതിന്റെ അപ്പുറം നമുക്ക് നടന്നു പോകാൻ പാടില്ല. അങ്ങോട്ടൊക്കെ പോകൂല. നല്ല ഇതിൽ വന്ന് വീഴുന്നുണ്ട്, വെള്ളം തെറിച്ച് വരുന്നുണ്ട്, നല്ല കാറ്റുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ട് കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണത്തിരി തടിച്ചിരിപ്പുണ്ട് എൻ്റെ കണ്ണേ. അങ്ങനെ തിരിച്ച് പൊക്കിയിട്ടിരിക്കുകയാണ്. 2 എണ്ണം അവിടെ വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുന്നത്. നമ്മൾ പയ്യെ ഇനിയിപ്പോൾ നേരെ അടുത്തടുത്തോട്ട് പോകും ഗൈസ്. ഓക്കെ ഗൈസ്, ഫൈനൽ നമ്മൾ ഇല്ലിക്കൽ കല്ലിലെത്തി. എന്താണ് ഇല്ലിക്കൽ കല്ലെന്ന് വെച്ചാൽ ലൈക്ക് പൊന്മുടി കണക്കാണ്. നല്ല തണുപ്പുണ്ട് ഇവിടെ, നല്ല വെയിലുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്. കാണിച്ചു തരാം. എൻ്റെ ഓപ്പോസിറ്റ് ഒരു കിടിലൻ സാധനം ഇപ്പോൾ കണ്ടോ ഗൈസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഐ തിങ്ക് അവിടെ ഒരു പാറയുണ്ട്. ഓ കാണുന്നുണ്ടോ? ആ ഇതിന്റെ ഉച്ചിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അടിപൊളി. അതിന്റെ ഉച്ചിയിൽ എന്തുവാ? അയ്യോ ഗൈസ്, അങ്ങനെ നമ്മള് ഇല്ലിക്കൽ കല്ലിലാണ് നിൽക്കുന്നത്. ഇല്ലിക്കൽ കല്ലിൽ ഇവിടെ ഒരു ടീ ഷോപ്പിൽ നിന്ന് ടീ കുടിക്കുന്നു. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് എടുത്ത് നമ്മുടെ ആസ്വദിക്കാണ്. അപ്പം ഉള്ളിക്ക് കണക്കറിയാം. അപ്പം എത്രയാക്കാം? നമ്മള് 6 പേർക്കായി 198 ബൈക്കടക്കം പാർക്കിംഗ് ഫീ ഉൾപ്പെടെയാണ് 198. പ്ലസ് നമ്മൾ ഇവിടുന്ന് ജീപ്പിലാണ് പോകുന്നത്. ജീപ്പിന്റെ സ്പെഷ്യൽ ചാർജ് 6 പേർക്ക് 233. നമ്മൾ ഈ ഇപ്പുറത്തെ കടയിൽ നിന്ന് ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചാണ്. അപ്പം അത് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ചു നോക്കിയില്ല. സാധനം പറയുന്നത് ബ്രെഡ് കൊണ്ട് ഓംലേറ്റ് ഉണ്ട്. ഇതിൽ ബ്രെഡ് ഓംപ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അടിപൊളി സാധനം. അപ്പോൾ ഇനി നമുക്ക് ജീപ്പിൽ കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം ഗൈസ്. അങ്ങനെ നമ്മള് ജീപ്പിൽ
കയറി ജീപ്പിൽ കയറി വണ്ടി മേലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരുപാട് പേര് നടക്കുന്നുണ്ട്. നടക്കണ കാണിച്ചില്ല. ഓ കറക്കി അടിക്കണതൊക്കെ ഗൈസ്. ഗൈസ് ഇല്ലിക്കൽ കത്തെത്തി. ഇതിലാണല്ലേ ഇവിടെ നടക്കണം അല്ലേ? ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഇല്ലിക്കൽ കല്ലിന്റെ കഴുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഇനി ഉച്ചിയിൽ കയറാൻ കുറച്ച് ദൂരം കൂടി മാത്രം. ഇവിടെ അത്യാവശ്യം ദൂരം ഉണ്ടോ? അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ആണോ? അവിടം വരെ കുറെ സ്റ്റെപ്പ് കയറാണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഈ സൈഡിൽ വെയിലുണ്ട്, ആ സൈഡിൽ വെയിലില്ല. വെയിലടിക്കുന്നതിന്റെ അളവാണ് ഈ പറഞ്ഞത്. കണ്ട കണ്ട മേഘം, കണ്ട ഈ മേഘം കാരണമാണ് ഗൈസ്. പറയൂ ചുമൽ. ഓ ഗൈസ് വീണ്ടും മഞ്ഞ് കയറി. നമ്മൾ കുറച്ചു മുമ്പ് വന്നപ്പോൾ മഞ്ഞ് പോയതാ. നമുക്ക് നല്ല ഭാഗ്യമുണ്ട്. രണ്ടാണ് വന്നിട്ട് ഇപ്പം ഈ വീട് കണ്ടിട്ടില്ല. ഇപ്പം മഞ്ഞ് പോകുമ്പോൾ പക്ക വ്യൂ. ഇപ്പം നല്ല ക്ലൈമറ്റ്. ഇങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാ. മറ്റേ മിന്നൽ മുരളിയിലെ ഇടിമിന്നലേറ്റ കഥ ഇങ്ങോട്ട് പറഞ്ഞോട്. ആൾക്കാരെ പറ്റിക്കണ ഗൈസ് ഞാൻ നല്ല സ്റ്റോറിയൊക്കെ ഇങ്ങനെ മെനഞ്ഞു കൊണ്ടുവന്നതാ. പോയി ഇവത് ഇട്ട് പൊട്ടിച്ചളഞ്ഞ്. അതെ, ഇവിടെ നിന്ന് ഫോണ് താഴെ വീണ പിന്നെ കിട്ടൂല ഗൈസ്. അടിപൊളി. ഇനി അതുവരെ നടക്കാണ്ട് ഗൈസ്. Finally guys, we reached the top of Illikkal. Okay, let's share this wonderful view. Let's yeah guys, നമ്മളിനി അപ്പുറത്തെ കല്ലിൻ്റെ മേലെ പോകാനുള്ള പരിപാടിയാ. അവിടെ എന്താ കാണുന്നേ? ഓക്കെ, അവിടെ പോകാനായിട്ട് നമുക്ക് വേറെ റൂട്ട് തിരഞ്ഞെടുക്കണം. ഓക്കെ ഗൈസ്, നമ്മൾ ഇല്ലിക്കൽ കല്ലിൽ നിന്ന് ഇറങ്ങിയതാ. വണ്ടിയൊക്കെ അടുക്കി വെച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ കരുതി. അഭിരമയാണ് ഫോട്ടോ എടുക്കുന്നത്. ഫേവറല്ലേ ഗൈസ്. നമ്മളങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ കണ്ണാടിപ്പാറ എന്ന് പറയുന്ന ഒരു മനോഹര സ്ഥലത്തേക്കാണ് പോകുന്നത്. മനോഹരം എന്നുള്ളത് എൻ്റെ ഒരു ഇമാജിനറിയാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം മനോഹരമാണോ മനോഹരമല്ലേ എന്ന്. പിന്നെ അപ്പം നമ്മൾ മനോഹരമാമനെ തിരക്കി നമ്മൾ കണ്ണാടിപ്പാറയിലേക്ക് പോവുകയാണ്. Guys, now we are in ഇലവീഴ പൂഞ്ചിറ. അങ്ങനെ എല്ലാവരും കൂടെ എത്തിയിരിക്കുന്നു. അവരവിടെ പാർക്ക് ചെയ്യുന്നു, നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. Then we are going to heading to the top of this hill guys. ഇവിടെ എത്തിയിട്ട് കാണിച്ചു ഗൈസ്. അങ്ങനെ കുറച്ച് മേലോട്ട് നമ്മൾ നടന്നു വന്നു. അപ്പോഴത്തേക്ക് അജ്മൽ നമ്മൾ ഏതൊക്കെ കുറുക്ക് വഴി കൂടി കൊണ്ടുപോയി. അവൻ 2-3 തവണ ഇവിടെ വന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഏതൊക്കെ ആരുടെയൊക്കെ കൂടെ. അപ്പോഴേ ആ ഒരു സ്ഥലം കാണിച്ചു തന്നതാ, ഹിഡൻ സ്പോട്ട്. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മൾ പെട്ടെന്ന് റോസ്മല എത്തി നടക്കുന്ന ഒരു ഫീല്. ബട്ട് ഞാൻ റോസ്മല പോയിട്ടില്ല. അടിപൊളിയല്ലേ? എന്നാ രസമാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. അടിപൊളി ഗൈസ്. ആമ്പൂരി എന്ന് പറയുന്ന വലിയൊരു നഗരമുണ്ട്, വലിയൊരു മലയുണ്ട്. ആ മലയ്ക്ക് ചുറ്റും ഒരുപാട് മലകളുണ്ട്. എല്ലാ ആമ്പൂരിയും തന്നെ പറയുന്നത്. 1-2 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റൂല. പറയൂ ആമ്പൂരിയെ കുറിച്ച്. ആ നമ്പൂതിരി അട്ടാ പറ. നീ പറയേ. ഗൈസ് പറയും പോലെ അഭിരാമി ടാനായി. ഇന്ന് കാണിച്ച് ടാനായത് അത് മാറ്റി. കണ്ട 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 വിസിബിൾ. ഞാൻ വിചാരിച്ച് സൺലൈറ്റ് ഒന്നും കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ടാനാകൂലെന്ന്. കുറച്ച് കൊണ്ടുള്ളൂ അപ്പോഴും ടാനായി. അല്ല ഇതിൽ ടാനായിട്ട് ഇനി എന്തിനു ചെയ്യാനാ? ഇന്നലെ റീൽസിൽ മാത്രം കണ്ടത് ഇന്ന് എൻ്റെ മുന്നിൽ. നേരത്തെ നിന്നപ്പം കണ്ട അതിൻ്റെ ഒരു വലിയ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ആപ്പാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നെ. കണ്ടോ ഗൈസ്? കിടിലം വ്യൂ പോയിന്റ്. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ വന്നു.
കുറച്ച് ഇനി റെസ്റ്റ് എടുക്കട്ടെ. അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അപ്പോൾ അവർ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഞാൻ എടുത്തായിരുന്നു. എന്നിട്ട് നേരെ നമ്മളിവിടെ നേരെ ഇലപൊഴിഞ്ഞാം പാറ ആ വെള്ളത്തിലോട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഹിഡൻ സ്പോട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ ഗൈസ് ഗോയിങ് ഗൈസ് ഫൈനലി ഞാൻ ഇലവീഴ പൂഞ്ചിറ കണ്ടു. അങ്ങ് ദൂരെ അകലെ അട്ടിമഴ പെയ്യുമ ആമോ ഞാൻ നീയും നാടു കടലിലാണോ. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ചെറിയ ഹോട്ടലിൽ കയറി. എല്ലാവരും ഫുഡ് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് കുട്ടിക്കാനോ ഇതെവിടെ കട്ടിക്കാനം വാട്ടർഫാളിലേക്ക് നമ്മൾ മെർജ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അയ്യോ അതാരാണെന്തോ എൻ്റെ വള്ളി ഇങ്ങ് വാ. ഓക്കെ ദെൻ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണട്ടെ ഗൈസ്. നിങ്ങൾ ആ സൗണ്ട് കേൾക്കുന്നോ? അത്രയ്ക്ക് വലിയ കാട്ടാറാണ് എൻ്റെ മുന്നിൽ കൂടി പൊട്ടി ഒഴുകുന്നത്. സൗണ്ട് കേട്ടിട്ട് ചെവി അടിച്ചു. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ്. ഇനി നമ്മളിവിടെ ഇറങ്ങി കുളിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ ചുമ്മയാണ് എങ്ങോട്ടാണ് പോകുന്നത്? ഓ ഇവിടെ അങ്ങ് ദൂരെ അങ്ങ് താഴെ അപ്പുറത്തെ സൈഡിൽ ഗൈസ് അത് കണ്ടോ? അത്രയും ദൂരം നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് താഴെ ആറ് കാണാം. നല്ല ഹൈറ്റിൽ നിന്നാണ് നമ്മൾ വന്നത്. അതാ ഡേഞ്ചർ ഏരിയ. നടന്നു പോകാനൊക്കെ പേടി കണ്ടോ? ഞാൻ ഇതൊക്കെ ചാടി ഇറങ്ങി. ഭയങ്കര പാടാണ്. കാണിച്ചത് കണ്ടാ? റിസ്കി ഫാക്ടറാണ്. ഇങ്ങനെയൊക്കെ ഇറങ്ങാക്കോളൂ. ലാൻഡ് ചെയ്യാനൊന്നും സ്പേസ് ഇല്ല. ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ പോയി ചാടത്തെ ഗൈസ്. അഭിരാമി അങ്ങനെ കുളിക്കാനായിട്ട് പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ കുളിക്കാൻ ഇറങ്ങുന്നത് കൊണ്ട് നമ്മളുടെ സാധനങ്ങളൊക്കെ അഭിരാമി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇപ്പം ഇറങ്ങാം. ഓ ഗൈസ് ഒരുത്തൻ ചാടാൻ പോണ്. അവൻ്റെ നിക്കർ നമുക്ക് കാണാം. ഓ അഹങ്കാരി. അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവനാണ് ഇവൻ. ആ സോറി ഗൈസ്. അപ്പം അങ്ങനെയായിരുന്നു ചാടിയത്. എൻ്റെ ഭാഗത്ത് തെറ്റപ്പോൾ വാട്ടർ ബോഡി. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഡെപ്ത് യു ഹാവ്. ലെറ്റ് മീ ചെക്ക്. ഐ വിൽ ചെക്ക്. ഒന്നും കൂടെ പറയാം. ഒന്നും കിട്ടിയില്ല. അവസാനം ഞാൻ ഇവിടെ എത്തി. ഈ വെള്ളത്തിൽ എത്രമാത്രം ആഴമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഞാൻ വന്നില്ലെങ്കിൽ അതിനകത്ത് നല്ല ആഴമുണ്ട്. ഓക്കെ ഈ വെള്ളത്തിനകത്ത് ഹായ് ഗായ്സ്. നമ്മളിപ്പോൾ കട്ടിക്കായം വാട്ടർഫാളിലാണ്. നമ്മൾ അബൂസ് വ്ളോഗിൽ നിന്നാണ്. ഇപ്പോൾ അതേ വ്ളോഗർ അബു നീന്താൻ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ അജ്മലും ഉണ്ട്, ലുട്ടുസൻ. പക്ഷേ 2 പഹയന്മാർക്കും നീന്താൻ അറിയില്ല. അപ്പോൾ ഇപ്പോൾ അതേ ഒരു അതിശയകരമായിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനം കാണും. ഫൈനലി കുളിച്ച് കഴിഞ്ഞു. ഇവിടെ കുളിക്കാനുള്ള 1, 2, 3. ബാക്കി ഞാൻ, ആഷിഖ്, അജ്മൽ, നമ്മൾ 3 പേരും കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് പോയിന്റ് അപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. പിന്നെ എൻ്റെ കണ്ണിൻ്റെ സാധനം ഏറെക്കുറെ പോയി കേട്ടോ. രാവിലെ എന്തോ ചോപ്പായിരുന്നു കഴിച്ചു. ഇപ്പം മാറി. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം അബൂസ് വ്ളോഗ്സ്.